നമസ്കാരം ട്രേഡേഴ്സ്, നമസ്കാരം ഇൻവെസ്റ്റേഴ്സ്. എല്ലാവർക്കും നല്ലൊരു സൺഡേ ദിനം കിട്ടിയെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. നല്ലൊരു വീക്കെൻഡ് എല്ലാ ആൾക്കാരും എൻജോയ് ചെയ്തു. നമ്മൾ അടുത്തൊരാഴ്ചയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരാഴ്ചയിൽ ഗ്ലോബൽ മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ കീനായിട്ട് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 250 പോയിൻ്റാണ് വീക്കിലി അടിസ്ഥാനത്തിൽ നിഫ്റ്റി ഗെയിൻ തന്നത്. എന്നാൽ അതീവ വോളറ്റിലായിരുന്നു. നിഫ്റ്റി ശക്തമായി റാലി രേഖപ്പെടുത്തിയിരുന്നു. നിഫ്റ്റിയുടെ ഒരു വീക്ക്ലി ചാർട്ട് ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ സാധിക്കും. മൺഡേ ഓപ്പൺ ചെയ്തു 24,080. അതിനുശേഷം ഏകദേശം ഒരു 500 പോയിന്റിന്റെ റാലി നിഫ്റ്റി ഉണ്ടാക്കി വീക്കിലി അടിസ്ഥാനത്തിൽ. വെള്ളിയാഴ്ച ദിവസം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. 24,313 നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതായത് ഏകദേശം ഒരു 250 പോയിന്റിന്റെ റാലി. 250 പോയിന്റ് നമ്മുടെ മാർക്കറ്റ് റാലി രേഖപ്പെടുത്തി. എന്നാൽ നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തതിന് ശേഷം നിഫ്റ്റിയിൽ ഏകദേശം ഒരു 150 പോയിന്റിലേറെ ഒരു ഗെയിൻ നിലവിൽ നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനിടെയാണ് SBIയുടെയും കൊട്ടാക് ബാങ്കിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് വന്നത്. അതെല്ലാം തന്നെ നമ്മൾ റിസൾട്ട് പരിശോധിക്കുന്നുമുണ്ട്. അപ്പോൾ എന്താണ് ഈ നിഫ്റ്റിയുടെ ഒരു ഈ യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും നിഫ്റ്റി എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ FISന്റെ ബൈയിങ് തന്നെയാണ് കാരണം. കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാ ദിവസവും FIS ബൈയിങ് ആണ്. അതുമാത്രമല്ല, ഏപ്രിൽ 15 മുതൽ ഈ ഒരു ദിവസം വരെ FIS ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ മാത്രമാണ് നടത്തിയിട്ടുള്ളൂ. മാർച്ച് മാസം ഏകദേശം 2014 കോടി രൂപ, ഏപ്രിൽ മാസം 2535 കോടി രൂപ, മെയ് മാസം 2769 കോടി രൂപ. അപ്പോൾ കണ്ടിന്യൂസ് 3 മാസം FIS ഇപ്പോൾ ബൈയിങ് മോഡലാണ്. അതുകൊണ്ടാണ് നിഫ്റ്റി മുന്നോട്ട് പോകുന്നത്. കൂടാതെ കഴിഞ്ഞ ഒരു ആഴ്ചയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ റിലയൻസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പുള്ള ആ കമ്പനി 10% ഒരു റാലി രേഖപ്പെടുത്തി. പിന്നീട് നമ്മൾ മാർക്കറ്റിൽ കണ്ടത് NSE എല്ലാം തന്നെ ഈ പുതിയ ഒരു ഇൻഡെക്സ് ഫോം ചെയ്തിട്ടുണ്ട്. 43 മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് കമ്പനീസിന് ഒരു സെപ്പറേറ്റ് ഒരു ഇൻഡെക്സ് ഫോം ചെയ്തിട്ടുണ്ട്. നസാറ ടെക് പോലെയുള്ള കമ്പനീസാണ് ഇതിൽ മുൻപന്തിയിൽ ഉള്ളത്. അതായത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. സി എൻ്റർടൈൻമെൻറ്റ് തുടങ്ങിയ മറ്റുള്ള കമ്പനീസും എല്ലാം തന്നെ ഈ ഒരു ഇൻഡെക്സിൽ പങ്കാളിയാണ്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഡാക്സ് ജർമ്മൻ, CAC 40 ഫ്രാൻസ്, FTSE UK പോസിറ്റീവായിരുന്നു. ഡോ ജോൺസ് ശക്തമായ റാലി രേഖപ്പെടുത്തി. നാസ്ഡാക്ക് ശക്തമായ റാലി രേഖപ്പെടുത്തി. US വിക്സ് കാണാം, കൊളാപ്സായി 20 താഴേക്ക് പോയി 19 നിലയിലാണ് ഉള്ളത്. അടുത്ത ആഴ്ചയിലെ ഗ്ലോബൽ ഈവൻറ്റ് നോക്കുകയാണെങ്കിൽ US നിന്ന് മെയ് 5 സർവീസ് PMA ഉണ്ട്. ചൈന ഹോളിഡേ ആണ്, UK ഹോളിഡേ ആണ്. മെയ് 6 ഇന്ത്യയുടെ സർവീസ് PMA ഉണ്ട്. മെയ് 7 US നിന്ന് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ്. അതിലുപരി ഏറ്റവും വലിയ ഈവൻറ്റ് ഈ ഒരാഴ്ചയിലെ ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ 11:30 PM ഉണ്ട്. മെയ് 8 ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ പ്രസ് മീറ്റിങ്ങും ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിമും ഉണ്ട്. UKയിൽ നിന്നും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ച നമ്മൾ ഉറ്റുനോക്കേണ്ട ദിവസം മെയ് 7 ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. 11:30 PM ഇന്ത്യൻ സമയമാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ ഒരാഴ്ചയിലെ ഏറ്റവും വലിയ ഈവൻ്റ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ ഒരു ആഴ്ചയിലെ പ്രധാന ഡിവിഡൻഡ് നൽകുന്ന കമ്പനീസ് PTC ഇന്ത്യ റെക്കോർഡ് ഡേറ്റ് മെയ് 5 2 രൂപ ഡിവിഡൻഡ്. ഒബ്രോയ് റിയാലിറ്റീസ് മെയ് 5 റെക്കോർഡ് ഡേറ്റ് 5 രൂപ ഡിവിഡൻഡ്. ആ ഡിവിഡൻഡിൻ്റെ ഫുൾ ലിസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ ട്രേഡ് ബഡ്ജറ്റ് ടാബിൽ നിങ്ങൾക്ക് ഡിവിഡൻഡ് ഡീറ്റെയിൽസ് പോകാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ലോറസ് ലാബ് എല്ലാം തന്നെ റിസൾട്ട് ഉണ്ട്, ഈ നമ്മുടെ ഡിവിഡൻഡ് ഉണ്ട്. ഒറാക്കിൾ ഫിനാൻസ് അല്ലെങ്കിൽ ഇൻഫോസിസ് പോലെയുള്ള പല കമ്പനീസും ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. റെക്കോർഡ് ഡേറ്റിന് മുമ്പ് നമ്മൾ ഈ സ്റ്റോക്കുകൾ വാങ്ങി വെക്കേണ്ടതായിട്ടുണ്ട്. ഡിവിഡൻഡാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അത് നമ്മുടെ ട്രേഡ് ബഡ്ജറ്റ് ടാബിൽ ഡിവിഡൻഡ് കലണ്ടറിൽ പോകാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബഡ്ജറ്റ് ടാബിൻ്റെ ലിങ്ക് ഉണ്ട്. ഇനി ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഞായറാഴ്ച ഏർലി മോർണിംഗ് ആണ്. ഇന്ന് നമ്മളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഞായറാഴ്ച നമുക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോ ഇടാൻ പറ്റില്ല, കാരണം ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഏർലി മോർണിംഗ് ആണ്. ഇതിന് ശേഷമാണ് നമുക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഉള്ള ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ അടുത്ത ക്ലാസ്സുകളും അല്ലെങ്കിൽ ബേസിക്കിൻ്റെ ക്ലാസ്സുകളും എല്ലാം തന്നെ കൊച്ചിയിലുണ്ട്. അതല്ല, ഇനി ഓൺലൈനാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം, ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് കുറഞ്ഞ ഫീസിൽ ഓൺലൈനായിട്ട് പഠിക്കാം. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റും അടുത്ത ആഴ്ചയിലെ ഗ്ലോബൽ ഈവൻറ്റും ഡിവിഡൻഡ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ SBIയുടെ റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 10% ഒരു കുറവാണ്, ഡിക്ലൈനാണ് ഉണ്ടായിട്ടുള്ളത്. SBI കമ്പനി 15.90 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ടാറ്റ മോട്ടോഴ്സിനെ ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത്, ഈ US ഈ താരിഫ് പ്രശ്നം കാരണം ടാറ്റ GLRൻ്റെ
ജാഗ്വർ ലാൻഡ് റോവറിൻ്റെ എല്ലാം തന്നെ എക്സ്പോർട്ട് ഷിപ്മെൻറ്റ് പോസ് ചെയ്തിരുന്നു. അപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ആഴ്ചയാണ് ട്രംപ് ഈ ഓട്ടോമൊബൈൽ താരിഫിൽ കുറച്ച് അഴിവുകൾ വരുത്തിയത്. ഇന്ത്യൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 32% ഉയർന്നു എന്നുള്ള ന്യൂസ്. കൊട്ടാക് ബാങ്ക് ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ഫോളായി കുറഞ്ഞു, 3552 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ഡിവിഡൻഡ് 2 രൂപ 50 പൈസ പ്രഖ്യാപിച്ചു. ഗ്രാവിറ്റ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 36% വർദ്ധിച്ചായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ ഒന്നും അല്ല കേട്ടോ, ഇത് സ്റ്റോക്കുകളുടെ വാർത്തകൾ മാത്രമാണ്, ശ്രദ്ധിക്കുക. സൺടെക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ അടിസ്ഥാനത്തിൽ 19% ഒരു വർധനവുണ്ടായിട്ടുണ്ട്. കമ്പനി 1 രൂപ 50 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. എംബസി ഓഫീസ് പാർക്ക് കമ്പനി ഇവിടെ റവന്യൂ ഗ്രോത്ത് പ്രൊജക്ഷൻ എല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. പോസിറ്റീവായിട്ടുള്ള റവന്യൂ ഗ്രോത്ത് ഈ ഒരു നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി രേഖപ്പെടുത്തുമെന്ന് കമ്പനി അറിയിച്ചു. സിറ്റി യൂണിയൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 13% അപ്സൈഡ് രേഖപ്പെടുത്തിയ കമ്പനി 2 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. BL കാഷപ്പ് ആൻഡ് സൺസ് കമ്പനി 510 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. അവന്യൂ സൂപ്പർ മാർക്കറ്റ് കമ്പനി 563 നിന്ന് 550 പ്രോഫിറ്റ് ഓൾമോസ്റ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇന്ത്യ പാക്കിനെ സംബന്ധിച്ച് ബോർഡർ ടെൻഷൻ നിലനിൽക്കുന്നുണ്ട്. ഉഭയകക്ഷി ബന്ധങ്ങളെല്ലാം തന്നെ ഇരു രാജ്യങ്ങളും വിച്ഛേദിച്ചു. തപാൽ സർവീസുകളെല്ലാം തന്നെ നിർത്തലാക്കി, ബോർഡറുകൾ അടച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അല്ലാതെ യുദ്ധ സാഹചര്യങ്ങളിലേക്ക് ആസ് ഓഫ് നൗ പോയിട്ടില്ല. ഈ ഒരു അതിർത്തിയിൽ ഈ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ആസ് ഓഫ് നൗ ഇല്ല. ഇന്ത്യ ഇതൊരു തിരിച്ച് ഇപ്പോൾ പുട്ട് ഓപ്ഷനൊക്കെ ബൈ ചെയ്ത ആളുകളെല്ലാം തന്നെ അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത ആളുകളെല്ലാം തന്നെ ഈ ഒരു യുദ്ധം ഉണ്ടാകുക എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങൾക്കും വലിയ തോതിൽ നഷ്ടങ്ങളുണ്ടാകുന്ന ഒരു കാര്യമാണ്. നേട്ടം ഇപ്പം മേജർ രവി സാറൊക്കെ പറയും പോലെ യുദ്ധം ഉണ്ടാകുമ്പോൾ 2 രാജ്യങ്ങൾക്കും നേട്ടമില്ല, 2 രാജ്യങ്ങൾക്കും കോട്ടം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ തന്ത്രപരമായ രീതിയിൽ വളരെ അധികം ആലോചിച്ച് മാത്രമായിരിക്കും മുന്നോട്ടുള്ള പോക്ക്. അപ്പോൾ എന്താണ് അല്ലെങ്കിൽ എന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു നമ്മളുടെ ഈ ഒരു സൈനിക നീക്കങ്ങളോ പ്രൊഡിക്ഷനൊന്നും തന്നെ പബ്ലിക്കലി അവൈലബിൾ ആക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. അപ്പോൾ കോഷ്യസ് ആയിരിക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും പാലിക്കേണ്ട ഒരു കാര്യമാണ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ. എന്നാൽ ഇങ്ങനെ വരുമെന്നുള്ള രീതിയിൽ ട്രേഡ് എടുക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ അക്ഷമരായിട്ട് കാത്തിരിക്കേണ്ടതായിട്ടും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത്. കാരണം അപ്പോൾ അതിന് ഫുൾ വീക്ക് മുൾമുനയിലായിരുന്നു ഉണ്ടായിരുന്നത്. മാർക്കറ്റിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. മാർക്കറ്റ് വീക്കിലെ അടിസ്ഥാനത്തിൽ വെറും 250 പോയിൻ്റ് അപ്സൈഡിലേക്ക് മാത്രമാണ് പോയിട്ടുള്ളത്. എന്നാൽ ബിക്സ് എല്ലാം തന്നെ സ്പൈക്ക് ചെയ്ത് രേഖപ്പെടുത്തിയത് കൊണ്ട് വലിയ തോതിൽ പ്രീമിയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്ട്രാഡിലൊക്കെ ചെയ്ത ആളുകൾക്കൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ വലിയ തോതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റി. പക്ഷെ എന്നും അത് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇത്തരം പ്രശ്നം ഉണ്ടാകുന്ന സമയങ്ങളിൽ കുറച്ചൊക്കെ മാർക്കറ്റിൽ ഒന്ന് പതുങ്ങിയിരിക്കുക എന്നുള്ളതായിരിക്കും നല്ലൊരു നയം എന്ന് പറയാൻ സാധിക്കുന്നത്. നാളെ രാവിലെ കാണാം. താങ്ക് യു.